2024 മെയ് 4 ശനി. ഇന്ന് 1199 മേടം 21. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇന്നും നാളെയും റെഡ് അലർട്ട്. കടലാക്രമണത്തിന് സാധ്യത. ബീച്ചുകൾ ഒഴിവാക്കണം. ഇന്നും നാളെയും സംസ്ഥാനത്ത് കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ആദ്യമായാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 മുതൽ നാളെ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരയടിക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈദ്യുതി പ്രാദേശിക നിയന്ത്രണം ആരംഭിച്ചു. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ ഉപയോഗം കുറയ്ക്കാൻ നടപടി. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലകളിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്തൊട്ടാകെയുള്ള ലോഡ് ഷെഡിംഗ് ഇല്ല. വിതരണ ശൃംഖല തകരാറിലാകാതെ നോക്കാനാണ് ക്രമീകരണമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും. ചരിത്രത്തിലാദ്യമായി വ്യാഴാഴ്ച വൈദ്യുതി ഉപയോഗം 11.4185 കോടി യൂണിറ്റും പീക്ക് ലോഡ് 5854 മെഗാവാട്ടുമായി ഉയർന്നു. യഥാർത്ഥത്തിൽ വൈദ്യുതി ആവശ്യം 6000 മെഗാവാട്ടിലെത്തിയെന്നും പ്രാദേശിക നിയന്ത്രണം കൊണ്ടാണ് 5854 നിന്നതെന്നും ബോർഡ് അധികൃതർ ചൂണ്ടിക്കാട്ടി. രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ വെട്ടുന്നതടക്കമുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പകൽ പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട്. സൂര്യാഘാതമേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി മരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ഗോത്തുരുത്ത് കോണോത്ത് തോമസ് സൂര്യാഘാതമേറ്റ് മരിച്ചു. വ്യാഴം ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ രാവിലെ 3:30 മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തി. പരിശോധനയിൽ സൂര്യാഘാതമേറ്റെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റേഷൻ കടകളുടെ സമയത്തിൽ മാറ്റം. റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാക്കി ക്രമീകരിച്ചു. ഇറാൻ പിടിച്ച കപ്പലിലെ എല്ലാവർക്കും മോചനം. വിവരം കാത്ത് 3 മലയാളി കുടുംബങ്ങൾ. ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലായ MS ഏരിസിലെ മുഴുവൻ ജീവനക്കാരെയും വിട്ടയച്ചതായി ഇറാൻ അറിയിച്ചു. എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് സഹായനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയിൽ ഇക്കാര്യം അറിയിച്ചത്. 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാരാണ് നിലവിൽ കപ്പലിലുള്ളത്. ജീവനക്കാരിലെ ഏക വനിത മലയാളി ആൻറ്റസ ജോസഫിനെ കഴിഞ്ഞ 18-ന് മോചിപ്പിച്ചിരുന്നു. മാനന്തവാടി സ്വദേശി PV ധനേഷ്, കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് കേരളശ്ശേരി സ്വദേശി S സുമേഷ് എന്നിവരാണ് മറ്റുള്ളവർ. റഷ്യ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, എസ്തോണിയ എന്നീ രാജ്യക്കാരാണ് മറ്റ് 8 ജീവനക്കാർ. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ ഒമാനു സമീപം ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഏപ്രിൽ 13-നാണ് ഇറാൻ കമാൻഡോകൾ കപ്പൽ പിടിച്ചെടുത്തത്. ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന് ബന്ധമുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. മോചിപ്പിച്ച മലയാളികൾ എന്ന് തിരിച്ചെത്തുമെന്ന് വ്യക്തമായിട്ടില്ല. ഗാസയിൽ ഒരു ബന്ദി കൂടി മരിച്ചു. 2 ഇസ്രായേൽ സംഘടനകൾക്ക് കൂടി UK ഉപരോധം. ഗാസയിൽ ഹമാസിൻ്റെ തടവിലുള്ള ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ച ബന്ദികളുടെ എണ്ണം 38 ഇസ്രായേൽ ബന്ദികളുടെ കുടുംബ ഫോറം അറിയിച്ചു. ബന്ദികളെ അടിയന്തരമായി മോചിപ്പിക്കാൻ കരാർ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തിന് മുന്നിൽ 100 കണക്കിന് ആളുകൾ ധർണ നടത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പേരിൽ ഇസ്രായേലിലെ 2 തീവ്രവാദ സംഘടനകൾക്കും 4 വ്യക്തികൾക്കുമെതിരെ ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 34,622 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 77,867 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. റഫ നഗരം ഇസ്രായേൽ ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികളുടെ ജീവൻ അപകടത്തിലാകുന്നതിനു പുറമെ ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും കനത്ത തിരിച്ചടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളും ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകി. റഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതടക്കം സഹായ സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് നീക്കമെന്ന് ജനീവയിൽ
UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് അറിയിച്ചു. യുദ്ധത്തിൽ തകർന്ന ഗാസയുടെ പുനർനിർമ്മാണത്തിന് കുറഞ്ഞത് $4000 കോടി എങ്കിലും വേണ്ടിവരുമെന്ന് UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വെളിപ്പെടുത്തി. US ക്യാമ്പസുകളിൽ അറസ്റ്റിലായത് 2100 പേർ. US വിവിധ കോളേജ് ക്യാമ്പസുകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭകരുടെ സമരക്കുഴലുകൾ പോലീസ് ബലമായി പൊളിച്ചു നീക്കുന്നത് തുടരുന്നു. 2100 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായി. ലോസ് ആഞ്ചലസ് കാലിഫോർണിയ സർവകലാശാലയിൽ കുടിൽ കെട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസ് സംഘമെത്തി ബലം പ്രയോഗിച്ച് പുറത്താക്കി. ഇവിടെ 210 പേർ അറസ്റ്റിലായി. കൊളംബിയ അടക്കം മറ്റ് പ്രധാന സർവകലാശാലകളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഒറിഗൺ പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തിങ്കളാഴ്ച മുതൽ ലൈബ്രറി കയ്യേറിയ വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പാരീസിലെ പ്രശസ്തമായ സിയാൻസ് പോ സർവകലാശാലയിൽ കുടിൽ കെട്ടിയ 100ഓളം വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ത്യക്കും ജപ്പാനും അപരവിദ്വേഷമെന്ന് ജോ ബൈഡൻ. കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാത്ത അപരവിദ്വേഷികളായ രാജ്യങ്ങളാണ് ഇന്ത്യയും ജപ്പാനുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. US സാമ്പത്തിക വളർച്ചയ്ക്കും കരുത്തിനും കാരണം കുടിയേറ്റക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ സാമ്പത്തിക രംഗം വളർന്നുകൊണ്ടിരിക്കുന്നു, കാരണം നാം കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം ചൈനയെ നോക്കൂ, അവരുടെ സാമ്പത്തിക രംഗം സ്തംഭനത്തിലാണ്. ഇന്ത്യയിലും റഷ്യയിലും ജപ്പാനിലും ഇതേ പ്രശ്നങ്ങളുണ്ട്, കാരണം അവർക്കെല്ലാം വിദേശികളെ പേടിയാണ്. അവർക്ക് കുടിയേറ്റക്കാരെ വേണ്ട, എന്നാൽ നമ്മുടെ ശക്തി കുടിയേറ്റക്കാരാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു. നവംബർ 5 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റം ഒരു മുഖ്യ വിഷയമാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ശക്തമായ കുടിയേറ്റ വിരുദ്ധ നിലപാടുകാരനാണ്. മാധ്യമ സ്വാതന്ത്ര്യം പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യ 159ാമത്. ഏറ്റവും പുതിയ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 159ാമതെത്തി. കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ 161ാം സ്ഥാനത്തായിരുന്നു. 180 രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. കഴിഞ്ഞ വർഷം 150ാം റാങ്കിലായിരുന്ന പാകിസ്ഥാൻ ഇത്തവണ 152ലേക്ക് മാറി. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണെന്നും അവർ നിരീക്ഷിക്കുന്നു. ഹിന്ദു വിവാഹം കേരളത്തിൽ മാറ്റമുണ്ടാക്കില്ല. ആചാരപ്രകാരം ചടങ്ങുകളോടെയുള്ള വിവാഹങ്ങൾക്ക് മാത്രമേ ഹിന്ദു വിവാഹ നിയമപ്രകാരം സാധുതയുള്ളൂവെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കേരളത്തിലെ ഹിന്ദു വിവാഹങ്ങളിലോ രജിസ്ട്രേഷനിലോ മാറ്റമുണ്ടാക്കില്ലെന്ന വിലയിരുത്തൽ. ആചാരപ്രകാരം വിവാഹം നടന്നുവെന്ന് ഉറപ്പാക്കിയിട്ടാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതും. ഇപ്പോൾ വിവാഹ രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കിയതിനാൽ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യവുമായിട്ടുണ്ട്. 2 രീതിയിലാണ് കേരളത്തിൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസുകളിലെത്തിയുള്ള വിവാഹമാണ്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളില്ലാതെ ആർക്കും ഇതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാം. 2. ഏതെങ്കിലും മതാചാരപ്രകാരം നടന്നുകഴിഞ്ഞ വിവാഹങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാം. ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തുന്നവരിൽ നിന്ന് അപേക്ഷ, ക്ഷണക്കത്ത്, വിവാഹം നടന്ന സ്ഥലത്തു നിന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ രേഖ, കാർമ്മികൻ്റെ കത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സാക്ഷ്യപത്രം തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങൾ ഓൺലൈനായി വാങ്ങുന്നുണ്ട്. ഇതിനു പുറമെ വധൂവരന്മാർ ചേർന്ന വീഡിയോ കോളിലൂടെ തദ്ദേശ സ്ഥാപനത്തിലെ രജിസ്ട്രാറുമായി സംസാരിക്കണം. വധൂവരന്മാർ 2ഇടത്താണെങ്കിൽ ഒരുമിച്ചെടുത്ത വീഡിയോ അയച്ചു നൽകിയാലും മതി. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവരുടെ വിവാഹമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഈ നടപടിക്രമങ്ങൾ പാലിക്കണം. ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ തീരുമാനം ഇന്ന്. അരളിയിലെ വിഷാംശം മരണകാരണമെന്ന് കണ്ടെത്തൽ. ക്ഷേത്രങ്ങളിൽ പൂജ, നിവേദ്യം എന്നിവയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുക്കും. ഇന്നലെ പ്രാഥമിക ചർച്ച നടത്തി. ഹരിപ്പാട്ട് അരളിപ്പൂവും ഇലയും കടിച്ചത് യുവതിയുടെ മരണത്തിന് കാരണമായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ആലോചന. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിൽ തുളസിക്കും തെച്ചിക്കുമൊപ്പം അരളിപ്പൂ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. അരളിയുടെ ഇലയോ പൂവോ നുള്ളി വായിലിട്ട് ചവച്ചത് മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. വനഗവേഷണ കേന്ദ്രവും അരളിയിൽ വിഷമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ എത്ര അളവിൽ ചെല്ലുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിഷം ബാധിക്കുക. ഗുരുവായൂരടക്കം ചില ക്ഷേത്രങ്ങളിൽ അരളി നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ശുഭദിനം. നന്ദി.